എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 8ാം ക്ലാസ്സിലെ ഇക്കായ് ഏക്കിലെ രണ്ടാമത്തെ പാഠഭാഗമായ ജ്ഞാൻമാർഗിനെ കുറിച്ചാണ്. ജ്ഞാൻമാർഗ് എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ വഴി എന്നാണ് അർത്ഥം. ഇത് ഏകാംഗിയാണ്. എന്ന് പറഞ്ഞാൽ ഏകാംഗ നാടകം എന്നാണ് അർത്ഥം. ഈ നാടകം എഴുതിയത് അസ്ഗർ ഫസാഹത്താണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചത് 5 जुलाई 1946 को उत्तर प्रदेश के फतेहपुर में हुआ. उन्होंने अलीगढ़ मुस्लिम विश्वविद्यालय से PhD तक की पढ़ाई की. उनके लेखन में 3 कहानी संग्रह, 4 उपन्यास, 6 नाटक और कई उपन्यास रचनाएं शामिल हैं. उनके नाटकों का देश भर में मंचन हुआ है. इसके अलावा पटकथा के क्षेत्रों में भी वे मशहूर हैं. आदि बानी, दिल्ली पहुंचना है, कैसी आग लगाई, अक्की, सबसे सस्ता गोश्त आदि उनकी प्रमुख रचनाएं हैं. सप्रति वे जामिया मिलिया इस्लामिया के अध्यापक हैं. ഡോക്ടർ അസ്ഗർ ഫസാഹത്ത് 1946 ജൂലൈ 5 ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ ജനിച്ചു. അദ്ദേഹം അലിഗഡ് സർവകലാശാലയിൽ നിന്നും PhD നേടി. അദ്ദേഹത്തിൻ്റെ രചനകളിൽ 3 കഥാസംഗ്രഹം, 4 ഉപന്യാസം, 6 നാടകങ്ങൾ, മറ്റനേകം തരത്തിലുള്ള രചനകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ രാജ്യത്തിലുടനീളമുള്ള വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തിരക്കഥാരചനയിലും അദ്ദേഹം പ്രസിദ്ധനാണ്. ആദി ബാനി, ദില്ലി പहुंचना है, कैसी आग लगाई, आखी, सबसे സസ്താ ഗോഷ്ത് മുതലായവയാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകൾ. അദ്ദേഹം ഇപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ അധ്യാപകനാണ്. അറിവിൽ അഹങ്കരിക്കരുത് എന്നും നേടിയ അറിവ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നും ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം ഈ പാഠഭാഗത്തിൽ. 3 രാജകുമാരന്മാർ ഗുരുകുലത്തിൽ നിന്നും തങ്ങളുടെ പഠനം പൂർത്തിയാക്കിയ ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. 3 പേരും ഘോരവനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പാഠഭാഗത്തിൽ അവർ 3 പേരും തമ്മിലുള്ള സംഭാഷണമാണ് ആദ്യം കടന്നു വരുന്നത്. രാജകുമാരൻ 1, രാജകുമാരൻ 2, രാജകുമാരൻ 3 അങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാനിത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं. तीनों घने जंगल से गुजर रहे हैं. 3 രാജകുമാരന്മാർ ഗുരുകുലത്തിൽ നിന്നും തൻ്റെ പഠിപ്പൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഗർ ലൗട്ട് രഹേ ഹെ വീട്ടിലോട്ട് മടങ്ങുകയായിരുന്നു. തീനോ ഗനെ ജംഗൽ സെ ഗുസർ രഹേ ഹെ 3 പേരും ഘോരമായ വനത്തിലൂടെയാണ് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. രാജകുമാർ 1, ഇതിൽ രാജകുമാർ 1, രാജകുമാർ 2, രാജകുമാർ 3 അങ്ങനെ 3 പേരെയും പേരല്ല കൊടുത്തേക്കണം. അതിന് പകരം 1, 2, 3 നമ്പേഴ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് ഇനി വായിക്കാൻ പോകുന്നത്. രാജകുമാർ 1, हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है. രാജകുമാരനായ ഒന്നാമൻ പറയുകയാണ്, നാം അറിവ് നേടിയെന്ന കാര്യത്തിൽ നമുക്ക് 3 പേർക്കും അഭിമാനിക്കാം. हम तीनों इस बात पर गर्व कर सकते हैं. गर्व എന്ന് വെച്ചാൽ അഭിമാനിക്കാം. हमने ज्ञान प्राप्त कर लिया है. നമ്മൾ 3 പേരും എന്ത് നേടി? അറിവ് നേടി എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാം എന്ന് പറയുന്നു. രാജകുമാർ 2, संसार में कितने कम लोगों को यह सौभाग्य प्राप्त होता है. രാജകുമാരൻ രണ്ടാമൻ പറയുകയാണ്, ലോകത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. കിത്തനെ കം ലോകംകോ വളരെ കുറവ് ആളുകൾക്ക് മാത്രമേ യഹ സൗഭാഗ്യ പ്രാപ്ത ഹോത്ത ഈ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ. രാജകുമാർ 3, पर हम सबका ज्ञान बराबर नहीं है. രാജകുമാർ മൂന്നാമൻ പറയുകയാണ്, എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അറിവ് തുല്യമല്ല. ഇത് കേട്ട് രാജകുമാർ 1, ക്യാ മത്ലബ് ഹെ തുമ്ഹാരാ. രാജകുമാരൻ ഒന്നാമൻ ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന്. രാജകുമാർ 3 മറുപടിയായി പറയുകയാണ്, മേരാ ജ്ഞാൻ തും ദോനും സെ ജ്ഞാൻ സെ അധിക് ഹെ. എന്താണ് രാജകുമാരൻ മൂന്നാമൻ പറഞ്ഞത്? എൻ്റെ അറിവ് നിങ്ങളുടെ 2 പേരുടെയും അറിവിനേക്കാൾ കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ട് രാജകുമാർ 1,
कैसी मूर्खता वाली बातें कर रहे हो? मैं तुम दोनों से बड़ा हूँ. मेरे ही पास ज़्यादा ज्ञान है. അദ്ദേഹം പറയുകയാണ്, രാജ്കുമാർ ഒന്നാമൻ പറയുകയാണ്, എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? ഞാനാണ് നിങ്ങളെ രണ്ടുപേരേക്കാൾ വലിയവൻ. കൂടുതൽ അറിവും എനിക്കു തന്നെയാണ്. ഇത് കേട്ട് രാജകുമാർ ദോ मैं तो गुरुकुल आने से पहले भी पढ़ता था. मेरा ज्ञान तुम दोनों से ज़्यादा है. രാജകുമാരൻ രണ്ടാമൻ പറയുകയാണ്, ഞാൻ ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അറിവ് നിങ്ങൾ രണ്ടുപേരെക്കാളും കൂടുതൽ തന്നെയാണ് എന്നാണ് രാജകുമാരൻ രണ്ടാമൻ പറഞ്ഞത്. ഇത് കേട്ട് രാജകുമാരൻ ഒന്നാമൻ, മേരെ പിതാ ബഹുത് ബഡേ ജ്ഞാനി ഹേ. उनका पुत्र होने के नाते मैं तुम दोनों से ज़्यादा विद्वान हूँ. രാജകുമാരൻ ഒന്നാമൻ പറഞ്ഞത് ഇതാണ്, മേരെ പിതാ, എൻ്റെ അച്ഛൻ വളരെ വലിയ ജ്ഞാനിയാണ്. അദ്ദേഹത്തിൻ്റെ പുത്രനായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ വിദ്വാനുമാണ് എന്നാണ് രാജകുമാരൻ ഒന്നാമൻ പറഞ്ഞത്. മേരെ പിതാ ബഹുത്ത് ബഡേ ജ്ഞാനി ഹേ. എൻ്റെ അച്ഛൻ വളരെ വലിയ പണ്ഡിതനാണ്. ഉൻക പുത്ര ഹോണിക്ക് നാദെ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ട് തന്നെ തും ദോനും സെ സിയാദ വിദ്വാൻ ഹേ, ഞാൻ നിങ്ങളെക്കാളും കൂടുതൽ വിദ്വാനാണ് എന്നാണ് പറഞ്ഞത്. രാജകുമാർ ദോ पिता से क्या होता है? मेरी तो माताजी देश की मानी हुई विदुषी है. मैं उनके पेट में 9 महीने रहा हूँ. तुम दोनों मेरे मुकाबला नहीं कर सकते. ഇത് കേട്ട് രാജകുമാരൻ രണ്ടാമൻ പറയുകയാണ്, അച്ഛനുമായി എന്താണുള്ളത്? എൻ്റെ അമ്മയാണെങ്കിൽ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട വിദുഷിയാണ്. 9 മാസം വസിച്ചു. നിങ്ങൾ രണ്ടുപേർക്കും എന്നോട് മത്സരിക്കാൻ കഴിയില്ല. മുക്കാബല എന്ന് പറഞ്ഞാൽ മത്സരം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് മത്സരിക്കാൻ കഴിയില്ല. ഞാൻ അച്ഛനിൽ എന്തിരിക്കുന്നു, പക്ഷേ എൻ്റെ അമ്മ തന്നെ വളരെ ഒരു വിദുഷിയാണ്. ഞാൻ അവരുടെ വയറ്റിൽ 9 മാസം കിടന്നതുമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെക്കാളും വലിയ വിദ്വാൻ ഞാനാണ്, ഞാൻ നിങ്ങളെക്കാളും പണ്ഡിതനാണ് എന്നാണ്. എന്നോട് മത്സരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് രാജകുമാരൻ രണ്ടാമൻ പറഞ്ഞു. ഇത് കേട്ട് രാജകുമാരൻ മൂന്നാമൻ, മേരെ ഘർ കെ സേവക് തക് മഹാപണ്ഡിത് ഹേ. തും ദോനോ മേരെ ആകെ മൂർഖ് ഹോ. രാജകുമാരൻ മൂന്നാമൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിലെ ജോലിക്കാർ പോലും മഹാപണ്ഡിതന്മാരാണ്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുന്നിൽ വിഡ്ഢികളാണെന്ന്. രാജകുമാരൻ മൂന്നാമൻ്റെ വീട്ടിലെ ജോലിക്കാർ പോലും മഹാപണ്ഡിതരാണ്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുമ്പിൽ വിഡ്ഢികളാണ് എന്നാണ് പറഞ്ഞത്. ഇത് കേട്ട് രാജകുമാരൻ ഒന്നാമൻ പറയുകയാണ്, എഹി ബാത് ഹെ തോ ചലോ പരീക്ഷ ഹോ ജായേ. അപ്പോൾ രാജകുമാരൻ ഒന്നാമൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരീക്ഷണം നടത്താം. ആരാണ് കൂടുതൽ ജ്ഞാനി എന്ന് നമുക്ക് തെളിയിക്കാം. നമുക്കൊരു പരീക്ഷണം നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ് രാജകുമാർ 1. രാജകുമാർ 3, യഹി ബാത് ഹെ തോ തും അപ്നെ ജ്ഞാൻ കാ പരിചയ ദോ. രാജകുമാരൻ മൂന്നാമൻ പറയാൻ, അങ്ങനെയാണെങ്കിൽ നീ തന്നെ നിൻ്റെ അറിവ് തെളിയിക്കൂ. അപ്പോൾ രാജകുമാരൻ മൂന്നാമൻ പറയുകയാണ്, യഹി ബാത് ഹെ തോ തും അപ്ന ജ്ഞാൻ കാ പരിചയ ദോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വന്തം തന്നെ കഴിവ് തെളിയിക്കൂ. നീ തന്നെ ആദ്യം നിൻ്റെ കഴിവ് തെളിയിക്കൂ എന്ന് രാജകുമാരൻ മൂന്നാമൻ പറഞ്ഞു. രാജകുമാരൻ ദോ ജ്ഞാൻ കാ പരിചയ ജ്ഞാനിക്കോ ദിയാ ജാത്താ ഹെ, മൂർഖുക്കോ നഹി. എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ജ്ഞാൻ കാ പരിചയ ജ്ഞാനിക്കോ ദിയാ ജാത്താ ഹെ, മൂർഖുക്കോ നഹി. അറിവ് തെളിയിച്ചു കൊടുക്കേണ്ടത് ജ്ഞാനികളാണ്, വിഡ്ഢികളല്ല എന്ന്. അറിവ് തെളിയിക്കേണ്ടത് അറിവുള്ളവരാണ്, വിഡ്ഢികളല്ല എന്ന് മറുപടിയായിട്ട് രാജകുമാരൻ രണ്ടാമൻ പറഞ്ഞു. രാജകുമാരൻ 3, തും മേര അപമാൻ കർ രഹേ ഹോ. ഇത് രാജകുമാരൻ മൂന്നാമന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറയുകയാണ്, തും മേര അപമാൻ കർ രഹേ ഹോ, നീ എന്നെ അപമാനിക്കുകയാണോ? രാജകുമാരൻ 1, अपने ज्ञान का परिचय दो, नहीं तो हम तुमको दंड देंगे. രാജകുമാരൻ ഒന്നാമൻ പറയാണ്, സ്വന്തം കഴിവ് തെളിയിക്കൂ, അല്ലെങ്കിൽ നാം നിങ്ങൾക്ക് ദണ്ഡ് ദേങ്കി എന്ന് പറഞ്ഞാൽ ശിക്ഷ നൽകും എന്നാണ്. രാജകുമാർ ദോ ഇധർ ഉധർ ദേഖ്താ ഹെ, ഉസേ കിസി ജാൻവർ കി ഹഡ്ഡിയാം പടി ദിക്കായി ദേത്തി ഹെ.
അപ്പോൾ രാജകുമാരൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. ഏതോ ഒരു മൃഗത്തിൻ്റെ എല്ലുകൾ കിടക്കുന്നതും കാണുന്നു. രാജകുമാർ ദോ ഹേ ഹഡ്ഡിയാം ദേഖ് രഹേ ഹോ. രാജകുമാരൻ രണ്ടാമൻ ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ കാണുന്നില്ലേ? അപ്പോൾ രാജകുമാരൻ ഒന്നാമൻ മറുപടി പറയാണ്. രാജകുമാർ ഏക് ഹാം ഉണ്ട് എന്ന് രാജകുമാരൻ ഒന്നാമൻ മറുപടി പറഞ്ഞു. രാജകുമാർ ദോ मैं अपने ज्ञान से बता सकता हूँ कि ये हड्डियाँ शेर की है. രാജകുമാരൻ രണ്ടാമൻ പറയുകയാണ്, मैं अपने ज्ञान से बता सकता हूँ कि ये हड्डियाँ शेर की है. എനിക്ക് എൻ്റെ അറിവ് വെച്ചുകൊണ്ട് പറയാൻ കഴിയും ഈ അസ്ഥികൾ സിംഹത്തിൻ്റേതാണെന്ന്. ഇത് എൻ്റെ അറിവ് വെച്ച് പറയാൻ പറ്റും. ഈ അസ്ഥികൾ കണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റും ഇതൊരു സിംഹത്തിൻ്റെ എല്ലുകളാണ് എന്ന്, അസ്ഥികളാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. രാജകുമാർ തീൻ ബസ് എഹ് തോ മാമൂലി ബാത് ഹേ. मैं तो अपने ज्ञान से इन हड्डियों पर मांस, उनमें रक्त और उसके ऊपर गाल बन सकता हूँ. लो मैं मंत्र पढ़ता हूँ. ബസ് എഹ് തോ മാമൂലി ബാത് ഹേ എന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ കാര്യമാണ്, നിസ്സാരമായ കാര്യമാണ് എന്നാണ് അർത്ഥം. മാമൂലി ബാത് എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമാണ്. मैं तो अपने ज्ञान से इन हड्डियों पर मांस, उनमें रक्त और उसके ऊपर खाल मढ़ सकता हूँ. ലോ മേ മന്ത്ര പഠിത്താഹും എന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ കാര്യമാണെന്നും എനിക്ക് എൻ്റെ അറിവ് കൊണ്ട് ഈ അസ്ഥികളിൽ മാംസവും രക്തവും അതിനു മുകളിൽ ചർമ്മവും പൊതിഞ്ഞു വയ്ക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മന്ത്രം ചൊല്ലുകയാണ് ചെയ്തത്. ഇതിൽ മാംസ് എന്ന് പറഞ്ഞാൽ മാംസം, രക്തം എന്ന് വെച്ചാൽ രക്തം, ഖാൽ എന്ന് പറഞ്ഞാൽ ചർമ്മം. രാജകുമാർ തീൻ मंत्र पढ़ता है और शेर की हड्डियां पर मांस, उनमें रक्त और उसके ऊपर गाल आ जाती है. അങ്ങനെ രാജകുമാരൻ മൂന്നാമൻ മന്ത്രം ചൊല്ലുന്നു. और शेर की हड्डियों पर मांस, उनमें रक्त और उसके ऊपर गाल आ जाता है. അങ്ങനെ സിംഹത്തിൻ്റെ മുകളിൽ എന്ത് വരുന്നു? സിംഹത്തിൻ്റെ അസ്ഥികളിൽ മാംസവും രക്തവും അതിൻ്റെ മുകളിൽ ചർമ്മവും വരുന്നു. രാജകുമാർ ഏക് അരേ ഹാം എഹ് തോ ഹോ ഗയാ. രാജകുമാരൻ ഒന്നാമൻ പറയാൻ പറഞ്ഞു, അതെ അതായി കഴിഞ്ഞു. രാജകുമാരൻ ഒന്നാമൻ പറഞ്ഞു, അരേ ഹാം എഹ് തോ ഹോ ഗയാ, അതെ അതായി കഴിഞ്ഞു. അപ്പോൾ രാജകുമാരൻ തീൻ മൂർഖ് അബ് തോ തും സംജോ മേ തും സബ്സെ ബഡാ വിദ്വാൻ ഹേ. രാജകുമാരൻ മൂന്നാമൻ പറയാണ്, മൂർഖ് എന്ന് പറഞ്ഞാൽ വിഡ്ഢികളെ. അബ് തോ തും സംജോ മേ തും സബ്സെ ബഡാ വിദ്വാൻ ഹൂം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഞാൻ നിങ്ങളെ എല്ലാവരേക്കാളും വലിയ വിദ്വാനാണ് എന്ന്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് രാജകുമാരൻ മൂന്നാമൻ. രാജകുമാരൻ ഏക് ലേക്കിൻ ക്യാ തും ഇസ്മേ പ്രാൺ ഭി ഡാൽ സക്തേ ഹോ. രാജകുമാരൻ ഒന്നാമൻ ചോദിക്കുകയാണ്, ലേക്കിൻ ക്യാ തും ഇസ്മേ പ്രാൺ ഭി ഡാൽ സക്തേ ഹോ, എന്നാൽ നിങ്ങൾക്കിതിന് ജീവൻ നൽകാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജകുമാരൻ മൂന്നാമൻ പറയണം എന്നിട്ടാണ് നോക്കാം. നഹീം പർ എഹ് തോ തും ഭി നഹീ കർ സക്തേ. എന്താണ് രാജകുമാരൻ മൂന്നാമൻ പറഞ്ഞത്? നഹീം ഇല്ല, പർ എഹ് തോ തും ഭി നഹീ കർ സക്തേ, എന്നാൽ ഇത് നിങ്ങൾക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പർ എഹ് തോ തും ഭി നഹീ കർ സക്തേ, എന്നാൽ ഇത് നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കില്ല. രാജകുമാർ ഏക് മേ ഇസ്മേ പ്രാൺ ഭി ഡാൽ സക്താ ഹൂം. അപ്പോൾ രാജകുമാരൻ ഒന്നാമൻ പറയാണ്, എനിക്കിതിന് ജീവൻ നൽകാൻ കഴിയും. ഇത് കേട്ട് രാജകുമാർ ദോ പർ ऐसा मत करना. രാജകുമാരൻ ദോ എന്താ പറഞ്ഞത്? രണ്ടാമൻ എന്താ പറഞ്ഞത്? എന്നാൽ അങ്ങനെ ചെയ്യരുത്. രാജകുമാർ ദോ ഏക് പറയാണ്, ക്യോ എന്തുകൊണ്ട്? രാജകുമാർ ദോ ഉസ്കെ ബാദ് ഷേർ ഹമേ ഖാ ജായേഗി. രാജകുമാരൻ ദോ മറുപടിയെ പറഞ്ഞു, അതിനുശേഷം സിംഹം നമ്മളെ ഭക്ഷിക്കും, അതുകൊണ്ട് നിങ്ങളതിന് ജീവൻ കൊടുക്കരുത്. രാജകുമാർ ഏക് पर मुझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूँ.
രാജകുമാരൻ ഒന്നാമൻ എന്താ മറുപടി പറഞ്ഞത്? പർ മുझे तो सिद्ध करना है कि मैं तुम दोनों से बड़ा ज्ञानी हूँ. പക്ഷേ എനിക്കത് തെളിയിക്കണം, ഞാൻ നിങ്ങളെക്കാളും വലിയ ജ്ഞാനിയാണ് എന്ന് എനിക്ക് തെളിയിക്കണം. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് തെളിയിക്കണം, നിങ്ങളെക്കാളും ഞാൻ വലിയ അറിവുള്ളവനാണ് എന്ന് എനിക്ക് തെളിയിക്കണം. രാജകുമാരൻ തീൻ നിഹീം നിഹീം ഷേർ ഹമേ ഖാ ജായെങ്കി. രാജകുമാരൻ മൂന്നാമൻ പറയാണ്, വേണ്ട വേണ്ട, സിംഹം നമ്മളെ ഭക്ഷിക്കും, അതുകൊണ്ട് അത് ചെയ്യണ്ട എന്ന് മറുപടിയായി പറയുകയാണ് രാജകുമാരൻ മൂന്നാമൻ. രാജകുമാർ ഏക് മന്ത്ര പഠിത്താ ഹെ ഓർ ഷേർ ജീവിത് ഹോ ജാത്താ ഹെ. शेर दहाड़ कर उनकी तरफ बढ़ता है, वे बचने की कोशिश करते हैं. അങ്ങനെ രാജകുമാരൻ ഒന്നാമൻ മന്ത്രം ചൊല്ലുകയും സിംഹത്തിന് ജീവൻ വയ്ക്കുകയും ചെയ്യുന്നു. സിംഹം ദഹാഡ്കർ, ദഹാഡ് എന്ന് വെച്ചാൽ ഗർജിച്ചുകൊണ്ട് അവരുടെ നേരെ അടുക്കുന്നു. അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഷേർ ദഹാഡ്കർ ഉൻകി തരഫ് ബഡ്താന്ന് വെച്ചാൽ ഗർജിച്ചുകൊണ്ട് അവരുടെ നേരെ ചാടുകയും വേ ബച്ചനേക്ക് കോശിഷ് കർത്ത ഹെ, അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. രാജകുമാർ ദോ അബ് ഹം ബച്ച് നഹി സക്തേ. അപ്പോൾ രാജകുമാരൻ രണ്ടാമൻ പറയുകയാണ്, ഇനി നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. രാജകുമാരൻ തീൻ ഷേർ ഹമേ ഗാഹി ജായെങ്കി. ഇനി നമുക്ക് സിംഹം നമ്മെ തിന്നുക തന്നെ ചെയ്യും. രാജകുമാരൻ മൂന്നാമൻ പറഞ്ഞു, സിംഹം നമ്മെ തിന്നുക തന്നെ ചെയ്യും. രാജകുമാർ ദോ അരെ വഹ് ദേഖോ കോൺ ആ രഹാ ഹെ. രാജകുമാർ ദോ പറയുകയാണ്, അരെ വഹ് ദേഖോ കോൺ ആ രഹാ ഹെ. ദേ അത് നോക്കൂ, ആരാ വരുന്നത് എന്ന്. രാജകുമാർ തീൻ അരെ വഹ് തോ ഗുരുജി ഹെ. അരെ വഹ് തോ ഗുരുജി ഹെ, അത് ഗുരുജിയല്ലേ എന്നാണ് രാജകുമാരൻ മൂന്നാമൻ മറുപടി പറഞ്ഞത്. ഗുരുജി പാസ് ആ ജാത്ത ഹെ. ഗുരുജി അടുത്തേക്ക് വരുന്നു. രാജകുമാർ ദോ ഗുരുജി ഹം ലോഗ് സംകട്ട് മേ പട് ഗയേ ഹെ. ഗുരു ഞാൻ ഗുരുജി ഹം സംകട്ട് മേ പട് ഗയേ എന്ന് വെച്ചാൽ ഗുരുജി ഞങ്ങൾ ആപത്തിൽ പെട്ടുപോയി. അപ്പോൾ ഗുരുജി മറുപടിയാണ് വിട്ട് പറയാണ്, ഗുരുജി മേ ജാൻതാ ഹും, ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് അറിയാം. രാജകുമാർ ഏക് ഗുരുജി ഹമാരി ജാൻ ബച്ചായിയെ. രാജകുമാരൻ ഏക് എന്നാ പറഞ്ഞത്, ഗുരുജി ഹമാരി ജാൻ ബച്ചായിയെ, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചാലും, ഞങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിച്ചാലും. ഗുരുജി मुझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो, इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. എന്തെന്നാ ഗുരുജി മറുപടി പറഞ്ഞത്? മുझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है. എനിക്കറിയാമായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അഹങ്കാരം ബാക്കിയുണ്ടെന്ന്. और तुम अपने ज्ञान का नुकसान भी कर सकते हो, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേടിയ അറിവിനെ നശിപ്പിക്കുമെന്നും. അതായത് मुझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो, इसलिए मैं तुम लोगों से पीछे पीछे आ रहा था. എനിക്കറിയാമായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അഹങ്കാരമുണ്ടെന്നും നിങ്ങൾ നേടിയ അറിവിനെ നിങ്ങൾ നശിപ്പിക്കുമെന്നും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പിറകിലൂടെ പിന്നാലെ വരികയായിരുന്നെന്ന്. രാജകുമാർ ഞങ്ങളെല്ലാവരെയും തിന്നും. ഗുരുജി എന്നിൽ നിന്നും ഒരു തെറ്റുണ്ടായി. ഷേർ ഹം സബ്കോ ഖാ ജായെങ്കി, ഞങ്ങളെല്ലാവരെയും സിംഹം തിന്നും, ഞങ്ങളെ രക്ഷിക്കണമെന്ന് രാജകുമാരൻ മറുപടി പറഞ്ഞു. ഗുരുജി അബ് മേ അപ്നെ ജ്ഞാൻ സെ ഇസ് ഷേർ കോ ബക്കരി ബനാ ദൂംഗാ. അപ്പോൾ ഗുരുജി പറയുകയാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ ജ്ഞാനം കൊണ്ട് ഈ സിംഹത്തെ ആടാക്കി മാറ്റും. ബക്കരി ബനാ ദൂംഗാ എന്ന് പറഞ്ഞാൽ ആടാക്കി മാറ്റും. ഗുരു മന്ത്ര പഠിത്താ ഹെ ഷേർ ബക്കരി ബൻ ജാത്താ ഹെ ഓർ മിമിയാനെ ലഗ്താ ഹെ. ഗുരു മന്ത്രം ചൊല്ലുന്നു, ഷേർ ബക്കരി ബൻ ജാത്താ ഹെ, സിംഹം ആടായി മാറുകയും കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. മിമിയാനെ ലഗ്താ ഹെ എന്ന് വെച്ചാൽ കരയാൻ തുടങ്ങുന്നു, ആട് കരയണ പോലെ കരയാൻ തുടങ്ങുന്നു. ഗുരുജി ശിഷ്യോ, ഗുരുജി പറയുകയാണ്, ശിഷ്യോ ധ്യാൻ രഹേ എഹ് ജ്ഞാൻ ജിസ്സെ അപ്ന യാ ദൂസറോं का नुकसान हो ज्ञान नहीं बल्कि अज्ञान है, ज्ञान से सबकी भलाई के लिए ही होता है. ഗുരുജി അവരോട് പറയുകയാണ്, നമ്മുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നാശം വരുത്തുന്ന ജ്ഞാനം അല്ലാമെന്നും മറിച്ച് അജ്ഞാനമാണ്.
ജ്ഞാനം എവരുടെയും നന്മയ്ക്ക് വേണ്ടി തന്നെയുള്ളതാണ്. सभी अभिनेता एक साथ कई बार कहते हैं ज्ञान तो सबकी भलाई के लिए होता है. എല്ലാ അഭിനേതാക്കളും കൂടി ഒരുമിച്ച് നിന്നിട്ട് പറയുകയാണ് ജ്ഞാൻ തോ സബ്കി ഭലായ് കെ ലിയെ ഹോത്താ ഹെ. എന്തെന്നാ പറഞ്ഞത്? ജ്ഞാനം എല്ലാവരുടെയും ഏവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളത് തന്നെയാണ് എന്ന് പറയുന്നു. ഈ പാഠഭാഗത്തു നിന്നും വരുന്ന വേർഡ് മീനിങ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ് ഹർ രാജകുമാർ അപ്നെ കോ ബഡാ ജ്ഞാനി മാൻതാ ഹെ. അസൽ മേ ബഡാ ജ്ഞാനി കോൺ ഹെ? ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഇതാണ്: ഓരോ രാജകുമാരനും സ്വയം വലിയ ജ്ഞാനിയായി കരുതുന്നു. യഥാർത്ഥത്തിൽ വലിയ ജ്ഞാനി ആരാണ്? ആൻസർ: कोई बड़ा ज्ञानी मान नहीं सकता क्योंकि हर एक व्यक्ति में कुछ न कुछ ज्ञान है जो दूसरों को पता नहीं. इसलिए हर राजकुमार अपने को दूसरों से ज्ञान मान नहीं सकता. വലിയ ജ്ഞാനിയായി കരുതാൻ ആർക്കും കഴിയില്ല. കാരണം ഓരോ വ്യക്തിയിലും മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ അറിവുകളുണ്ട്. അതുകൊണ്ട് ഒരു രാജകുമാരനും സ്വയം മറ്റുള്ളവരെക്കാൾ ജ്ഞാനിയായി കരുതാൻ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഗുരുജി ഹം ലോക് സംകട്ട് മേ പഡ് ഗയേ ഹെ. രാജകുമാർ ക്യൂം സംകട്ട് മേ പഡേ? ഗുരുജി, ഞങ്ങൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. രാജകുമാരന്മാർ എന്തുകൊണ്ടാണ് അപകടത്തിൽപ്പെട്ടത്? उन्होंने अहंकार के कारण ज्ञान का दुरुपयोग किया इसलिए वे संकट में पड़ गए. അവർ അഹങ്കാരം കൊണ്ട് അവരവരുടെ അറിവ് ദുരുപയോഗം ചെയ്തു. അതുകൊണ്ടാണ് അവർ അപകടത്തിൽപ്പെട്ടത്. അടുത്തത് ഈ പാഠഭാഗത്തു നിന്ന് വരുന്നൊരു പോസ്റ്ററാണ്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാണ് വിഷയം തന്നിരിക്കുന്നത് ആ വിഷയം ഉണ്ടാകണം. പിന്നെ സ്ഥലം, തീയതി, സമയം ഇവ സൂചിപ്പിക്കണം. ചിത്രം കൊടുക്കാൻ പറ്റുമെങ്കിൽ ചിത്രം കൊടുക്കാം. അപ്പോൾ പോസ്റ്റർ നല്ല ആകർഷകമായിരിക്കണം. വാചകങ്ങളൊക്കെ ആകർഷകമായിരിക്കണം. ചിത്രം കൊടുക്കണമെങ്കിൽ ചിത്രം കൊടുത്ത് അതിനെയും ഭംഗിയാക്കണം. 4 മാർക്കാണ് പോസ്റ്ററിന് വരുന്നത്. അതുകൊണ്ട് അത് വളരെയധികം നല്ല ഭംഗിയോട് കൂടി തന്നെ വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ പാഠഭാഗത്തു നിന്നും വരുന്നൊരു പോസ്റ്റർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.